പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിയോടത്ത് സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അടിങ്ങളെ ചേർത്ത് നിർത്തുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം നമുക്ക് ഇപ്രകാരം വായിക്കാം. സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം അതിപ്രകാരം കിടക്കുകയാണ്: എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തിനോട് ചേർന്ന് ഓരോ മനുഷ്യ ജീവിതത്തിനും ആവശ്യമാകുന്ന ക്രമീകരണങ്ങൾ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. അത് ദൈവസന്നിധിയിൽ നിന്ന് ഓരോരുത്തർക്കും ആവശ്യമായത് കാലാകാലങ്ങളിൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. അത് തുടർന്ന് വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ ചേർത്ത് എഴുതിയിരിക്കുന്നത്: ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവും ഉണ്ട്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാകുന്ന അല്ലെങ്കിൽ കടന്നു വരേണ്ടതായ ഓരോ സാഹചര്യത്തെയും ചേർത്ത് വെച്ച് ശലോമോൻ ഇങ്ങനെ പറയുകയാണ്: എല്ലാത്തിനും ഒരു കാലമുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്, ഇതെൻ്റെ സന്തോഷകാലമാണ്, ഇതെൻ്റെ സമാധാനത്തിൻ്റെ കാലമാണ്, എനിക്ക് വലിയ ആകുലതകളില്ല, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളില്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതുകൊണ്ട് സന്തോഷമായി ഞാൻ അങ്ങനെ കടന്നു പോവുകയാണ്. എന്നാൽ ചില ആളുകൾ ഇപ്രകാരം പറയുന്നു: എന്നെന്നും കഷ്ടതയാണ് ജീവിതത്തിൽ, ഇത് കഷ്ടതയുടെ കാലമാണ്, ഇത് ദുരിതത്തിൻ്റെ കാലമാണ്, ഒരു കണ്ണുനീരിൻ്റെ കാലമാണ്, ഇത് രോഗത്തിൻ്റെ കാലമാണ്, കടബാധ്യതയുടെ കാലമാണ്. പ്രയാസപ്പെട്ട് നിൽക്കുന്ന അനേകം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് ഇപ്രകാരം ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ് ശലോമോൻ: ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന കഷ്ടപ്പാട് അത് കഷ്ടപ്പെടുവാൻ വേണ്ടി തന്നെയുള്ളതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇവിടെ ശലോമോൻ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. സമയാസമയങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ സങ്കടങ്ങളോ കടന്നു വന്നാലും അതിലൊരു പരിഹാരം ക്രമീകരിച്ച് നിത്യമായൊരു സന്തോഷവും ക്രമീകരിച്ച് കർത്താവ് ചെയ്തു വച്ചിരിക്കുകയാണ്. എന്നാൽ അത് മനുഷ്യൻ വിചാരിച്ചിട്ടില്ല. അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ ഓർക്കുക, മനുഷ്യൻ വിചാരിക്കുന്നില്ല ഈ കഷ്ടതയും ദൈവം എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണെന്ന്, ഇത് ദൈവത്തിൽ നിന്ന് എനിക്ക് കടന്നു വന്നിട്ടുള്ളതാണെന്ന്. കഷ്ടത എനിക്ക് വച്ചിരിക്കുന്ന കർത്താവ് എങ്കിൽ അതൊരു പരിഹാരവും എനിക്കുണ്ടാക്കി തരുമെന്ന് ഇന്ന് പലരും വിചാരിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്രകാരം ഒന്ന് ചിന്തിക്കുക.
ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നുവെന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, കഷ്ടമനുഭവിക്കാൻ കൂടെ വരം ലഭിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്ന് വെച്ചാൽ ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഏതൊരുവൻ്റെയും ഒരു അവകാശമാണ്, അല്ലെങ്കിൽ കർത്താവ് നൽകുന്ന ഒരു വരമാണ് കഷ്ടത അനുഭവിക്കുക എന്ന് പറയുന്നത്. 1 തെസ്സലോനിക്ക ലേഖനത്തിലും അത് ചേർത്തിപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കഷ്ടതയെന്ന് പറയുന്നത് വരമായിട്ട് കടന്നു വരുന്നതും ഒരു നിയമമായിട്ട് നിലനിൽക്കുന്നതുമാകുന്നുവെങ്കിൽ, വിശ്വാസിയെ ഓർക്കുക, ഒരു ചെറിയ കഷ്ടത വരുന്നെങ്കിൽ, ഒരു പ്രയാസം വരുന്നെങ്കിൽ, ഒരു സങ്കടം വരുന്നെങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അതിനൊരു പരിഹാരം കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുമ്പോൾ നമുക്ക് കാണാം: ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. 400-ലധികം വർഷക്കാലം മിസ്രൈം അടിമത്വത്തിൽ കിടന്ന മനുഷ്യർ അവിടെ അടിമവേല ചെയ്ത് കഷ്ടത അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. അവർ ശക്തമായി നിലവിളിക്കുകയാണ്. ആ നിലവിളി, അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അവരുടെ കഷ്ടത ദൈവം തമ്പുരാൻ കണ്ടു. അതുകൊണ്ട് തുടർന്ന് ഇപ്രകാരം ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. പ്രിയമുള്ളവരെ ഓർക്കുക, പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: അടിമവേല ചെയ്ത് കഷ്ടപ്പെടുന്ന മനുഷ്യൻ സഹിക്കവയ്യാതെ അയ്യം വിളിച്ച് കരയുകയാണ്. ദൈവസന്നിധിയിലേക്ക് കണ്ണുയർത്തി കരയുകയാണ്. സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി കരയുകയാണ്. ആ മനുഷ്യൻ്റെ, ആ ജനത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ കരച്ചിൽ കർത്താവിൻ്റെ സന്നിധിയോളം എത്തി. കർത്താവിന് പരിഹാരം കാണുകയാണ്. പൂർവ്വപിതാക്കന്മാരായിരുന്ന അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമത്തെക്കുറിച്ച് ഓർത്ത് അതിനുള്ള ക്രമീകരണത്തിലേക്ക് കർത്താവ് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ കഷ്ടതയിൽ അവർ നിലവിളിച്ചു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രിയമുള്ളവരെ ഓർക്കുക, നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു പ്രയാസം കടന്നു വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ, ഒരു രോഗം കടന്നു വരുമ്പോൾ, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി കരം മലർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, നിലവിളിക്കാൻ നമുക്ക് സാധിക്കണം. അവർ നിലവിളിച്ചു, അവർ പ്രാർത്ഥിച്ചു. കാരണം തൻ്റെ നിലവിളിക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരമുണ്ടാകും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരമുണ്ടാകും. ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് കുറവ് വരാതെ വണ്ണം കർത്താവിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അബ്രാമിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗേരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. അങ്ങനെ പോകുന്ന സമയത്ത് യഹോവയായ ദൈവം അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഇപ്രകാരം പറയുകയാണ്: ജീവിതത്തിലൊരു കഷ്ടതയുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നീ ആയിരിക്കുന്ന ദേശം വിട്ട് നീ മാറിപ്പോകാൻ പാടില്ല. നീ മിസ്രൈമിലേക്ക് കടന്നു പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവർ, ഈ ലോക ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രയാസങ്ങളുണ്ടായാൽ, ഒരു കഷ്ടതയുണ്ടായാൽ മനുഷ്യൻ മറുവഴി തിരഞ്ഞെടുക്കുകയാണ്. ചിലർ വിചാരിക്കും നല്ല വഴി ഇതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വഴി പോകും. പക്ഷെ പലപ്പോഴും നിരാശയോടെ മടങ്ങി വരേണ്ട അനുഭവം പലർക്കും ഉണ്ടാവുകയാണ്.
എന്നാൽ താൻ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആക്കി വെച്ച ദൈവത്തോട് ആലോചന ചോദിപ്പാനോ ദൈവസന്നിധിയിൽ നിന്ന് കരവാനോ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനോ പോലും പലരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും പറ്റാതെ പോകുന്നത്. ഇവിടെ ഈ സാഹചര്യത്തിൽ ഇസ്ഹാക്ക് പോലും അങ്ങനെയൊന്ന് മാറി ചിന്തിച്ചു. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ അവർ ഇസ്ഹാക്ക് ഗേരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോൾ യഹോവ തടഞ്ഞു, പോകരുത്. ഓരോ മനുഷ്യരുടെയിലേക്കും ചില ക്രമീകരണങ്ങളുണ്ട്. ചില നന്മയുടെ വഴി, കർത്താവ് നിശ്ചയിക്കപ്പെട്ട വഴി, അത് വിട്ടിട്ട് മറുവഴി പോകാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനോ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ കർത്താവിൻ്റെ വാഗ്ദാനം കേട്ട് അനുസരിച്ചതായ ആ ഇസഹാക്ക് പിന്നെ അവിടം വിട്ട് പോയില്ല, ആ ദേശത്ത് തന്നെ പാർത്തു. എന്നാൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ക്ഷാമമുണ്ടായ, കഷ്ടതയുണ്ടായ, പ്രയാസമുണ്ടായ, അല്ലെങ്കിൽ ജലത്തിൻ്റെ കുറവ് മൂലം കൃഷിക്ക് യോഗ്യമല്ലാത്ത ആ ദേശത്ത് ഇസഹാക്ക് ആ ദേശത്ത് വിത്ത് വിതച്ചുവെന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, താൻ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുമ്പോൾ, ദൈവം തമ്പുരാൻ്റെ നിശ്ചയമതാണെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ വിത്ത് വിതച്ചുവെന്ന് ഇസ്ഹാക്കിനെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. നമ്മളും അത് ചിന്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളാകുന്ന വിധത്തിൽ ആയിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ കർത്താവിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് യേശു തമ്പുരാൻ വിതക്കാരൻ്റെ ഉപമ പഠിപ്പിക്കുമ്പോൾ പറയുന്ന വിതയ്ക്കുവാൻ പുറപ്പെട്ട വിതക്കാരൻ വിതച്ച വിത്ത് ദൈവത്തിൻ്റെ വചനമായിരുന്നുവെന്ന്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വിതച്ചു. ആ വിത്താണ് നല്ല നിലത്ത് വീണ വിത്ത്. 30, 60, 100 മേനിയായി വിളവ് തന്നുവെന്ന് വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഇവിടെ നമ്മൾ വിതയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്താകുന്നു. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തിൻ്റെ വചനമെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ദൈവസന്നിധിയിൽ പോയിരുന്നു കരവാൻ, ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് എത്രത്തോളം മനസ്സുണ്ട്. അങ്ങനെ മനസ്സുണ്ടാകുന്നെങ്കിൽ ഓർത്തുകൊള്ളുക പ്രിയമുള്ളവരെ, ആ ജീവിതത്തിലൊരു പരിഹാരം കർത്താവ് നമുക്ക് ക്രമീകരിച്ചു തരും. ആ പ്രശ്നത്തിലൊരു പരിഹാരം കർത്താവ് ക്രമീകരിച്ചു തരും. ഇസ്ഹാക്ക് തൻ്റെ ജീവിതത്തിൽ വരൾച്ചയുടെ നാടിൽ, ക്ഷാമത്തിൻ്റെ നാളിൽ ജീവിക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ ഓർക്കുക, അവിടെ അവൻ വിത്ത് വിതച്ചുവെന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് എന്തായെന്ന് തൊട്ട് ചേർന്ന് വായിക്കുകയാ, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ ഒരു പക്ഷേ അപ്രകാരം സംഭവിച്ചിട്ടുണ്ടാകില്ല. പ്രതിസന്ധിയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വരൾച്ചയുടെ നടുവിൽ, ക്ഷാമത്തിൻ്റെ നടുവിൽ യഹോവയാം ദൈവം ആക്കി വെച്ച സ്ഥലത്ത് വിശ്വാസത്തോടെ നിന്ന് ഇസ്ഹാക്ക് വിത്ത് വിതച്ചപ്പോൾ 100 മേനി വിളവ് ലഭിച്ചു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പുതിയ നിയമകാലത്തും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച്, അവനെ ബഹുമാനിച്ച്, അവൻ്റെ വചനത്തിന് വില കൊടുത്ത്, അവൻ്റെ നാമത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഫലഭൂയിഷ്ടമായൊരു കാലമുണ്ടാകും. എല്ലാ പ്രതികൂലതയും മാറും, എല്ലാ കണ്ണുനീരും മാറും, എല്ലാ രോഗവും മാറും, എല്ലാ സങ്കടവും മാറും. ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പക്ഷെ കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇസ്ഹാക്ക് നിലമൊരുക്കി വിത്ത് വിതച്ചു. ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ട് കാത്തിരുന്നു. ഒരു ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളുണ്ടാകും, പലരും തകർന്നു പോകുന്ന അനുഭവമാണ്. കർത്താവിലേക്ക് പ്രത്യാശ വയ്ക്കുന്നുവെന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചിലത് പ്രവർത്തിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ഓർത്തുകൊള്ളുക, യഥാർത്ഥത്തിൽ ഒരു പക്ഷേ കർത്താവിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പോലും ആലോചിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും കാണുവാനുള്ളത്. പ്രിയമുള്ളവരെ ഓർക്കുക, ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഗ്രഹമായൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ തുടർന്ന് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ യഹോവയായ കർത്താവ് മോശയെ ഭരമേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബെൽസെഫോന് സമീപമുള്ള പീഹാഹിരോത്തിനരികെ പാളയമിറങ്ങണമെന്നും ഇസ്രായേൽ മക്കളോട് പറക. അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം, എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും.
പ്രിയമുള്ളവരെ, നമുക്കറിയാം 400-ലധികം വർഷം, ഏതാണ്ട് 430 വർഷത്തോളം കാലം മിസ്രൈം അടിമത്വത്തിൽ അയ്യം വിളിച്ച് കരഞ്ഞതായ ആ ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാൻ മോശയിലൂടെ കർത്താവ് പദ്ധതി ക്രമീകരിച്ച് ആ ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് നടത്തുകയാണ്. എന്നാൽ ചില പ്രതിസന്ധി അവരുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് കർത്താവ്. ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുകയാണ്. കാരണം ഈ ജനം അവരെ വിട്ട് പോന്നു എന്ന് മനസ്സിലാക്കിയ ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കുമെന്ന് യഹോവ പറയുകയാണ്. ഈ ജനത്തെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും, ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. കാരണം ഈ ജനത്തിൻ്റെ പിന്നാലെ അവൻ പാഞ്ഞു വരണം, അത് ജനം കാണണം, ജനമൊന്ന് ഭയപ്പെടണം. അവിടെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക. ദൈവം ആരെന്ന് ഫറവോൻ മനസ്സിലാക്കുക. ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. കർത്താവ് പറയുകയാണ്, ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അതിനുവേണ്ടിയാണ് ഈ ജനത്തിൻ്റെ പിന്നാലെ ഈ ഫറവോനെ അയക്കുന്നത്. ഫറവോൻ ശക്തമായി കടന്നു വരികയാണ്. ഫറവോൻ തൻ്റെ പടക്കൂട്ടത്തെയും കൂട്ടിക്കൊണ്ട് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്ന ആ പടക്കൂട്ടത്തിൻ്റെ ആ വരവ് കണ്ട ജനം ഭയപ്പെടുകയാണ്. അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കാം: പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവർക്ക് വേണ്ടുന്നതെല്ലാ തേരാളികളെയും കൂട്ടി യഹോവ മിസ്രൈം രാജാവായ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി. അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോൻ്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമ്യർ അവരെ പിന്തുടർന്നു. പ്രിയമുള്ളവരെ ഓർക്കുക, ശക്തനായിരിക്കുന്ന ഫറവോൻ തൻ്റെ സകല സന്നാഹങ്ങളുമായിട്ടാണ് ഈ ജനത്തെ പിന്തുടരുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അവിടെ നേരിടുവാനായിട്ട് പോകുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് ഈ മക്കളെ നയിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അത്രയും ശക്തമായ വിധത്തിൽ യഹോവയുടെ നാമം മഹത്വപ്പെടും. അത്രയും ശക്തമായ വിധത്തിൽ യഹോവയുടെ നാമം മഹത്വപ്പെടും. അതുകൊണ്ട് തന്നെയാണ് വലിയ കഷ്ടതകൾ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ആരെയും കർത്താവ് നിരാശരായി വിടുകയില്ല. ആരെയും കർത്താവ് നിരാശരായി വിടുകയില്ല. ഒരു നിരാശയോ ഒരു സങ്കടമോ ഒരു രോഗമോ ഒരു ദുരിതമോ കടന്നു വന്നാൽ പോലും ഒരു പ്രതീക്ഷ വെച്ച് അവൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് വലിയ അനുഗ്രഹം ചൊരിയുന്നൊരു കർത്താവ് നമുക്കുണ്ടെന്ന് ഹൃദയത്തിൽ ചേർന്ന് വിശ്വസിപ്പാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്കൊന്നുകൂടി വായിച്ച് ഇപ്രകാരത്തേക്ക് വരാം. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ചില പ്രതിസന്ധികൾ കടന്നു വരുന്നത് കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. ഭയപ്പാട് എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാൽ ഭയം വരുന്നതിലല്ല, ആ ഭയത്തിൽ നിലനിൽക്കുന്നതാണ് പ്രശ്നം. ഒരു ഭയം നമുക്ക് കടന്നു വന്നാലും അല്പനിമിഷം കഴിയുമ്പോൾ, അടുത്ത സമയം കഴിയുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവനായ എനിക്കൊരു കർത്താവ് എനിക്കുണ്ടെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഭയപ്പെട്ട് അവർ ഈ മോശയുടെ അടുക്കിലേക്ക് ഓളിച്ചെന്നു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവിടെ എന്താണ്? ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ എന്ന് പരിഭവം പറയുകയാണ്, സങ്കടം പറയുകയാണ്, കുറ്റം പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവജനമേ ഓർത്തുകൊള്ളുക. ഏതെങ്കിലും പ്രതിസന്ധി കടന്നു വരുമ്പോൾ തങ്ങളെ നയിച്ചവരിൽ ഏതെങ്കിലും കുറ്റം ആരോപിക്കുവാനായിട്ട് തയ്യാറാകുവാൻ പാടില്ല. നമ്മെ നയിച്ചവരിൽ കുറ്റം ആരോപിക്കാൻ തയ്യാറാകുവാൻ പാടില്ല. പ്രിയമുള്ളവരെ ഓർക്കുക, ഇവിടെ പറയുന്നു, അവർ മോശയ്ക്കെതിരായി സംസാരിച്ചു. നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമിൽ വേല ചെയ്യുവാൻ ഞങ്ങളെ വിടയണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് മരിക്കുന്നതിനേക്കാളും, തുള്ളി വെള്ളം കിട്ടാതെ മരുഭൂമി അനുഭവത്തിൽ കിടക്കുന്നതിനേക്കാളും, ഇവിടെ കിടന്ന് മരിക്കേണ്ടതിനേക്കാളും നല്ലത് അവിടെ കിടന്ന് അടിമത്ത വേല ചെയ്യുന്നതാണ് നല്ലത് എന്ന് അവർ പറയുകയാണ്. അതിൻ്റെ 13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് മോശ ജനത്തോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക.
ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നല്ല. 430 വർഷത്തോളം മിസ്രയീം അടിമത്വത്തിൽ കിടന്ന് അയ്യം വിളിച്ച നമ്മെ കൂട്ടിക്കൊണ്ടുവന്നവനായ ആ കർത്താവിൻ്റെ ബലത്തിന്മേൽ ഉറച്ചു നിൽക്കുക, ആ ശക്തിയിൽ ഉറച്ചു നിൽക്കുക, ആ ബലത്തിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് വീണ്ടും പറഞ്ഞു, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. യഹോവ നിങ്ങൾക്ക് വലിയ രക്ഷ ചെയ്യുവാൻ പോവുകയാ. ശക്തനായ പ്രതിയോഗി ശക്തമായ ആയുധങ്ങളുമായി വലിയ പടക്കൂട്ടമായി കടന്നു വരുമ്പോൾ അവരിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് ചില പദ്ധതി ഒരുക്കുകയാ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ സംഘത്തെ, ഇന്ന് നിങ്ങളെ പിന്തുടരുന്ന ഈ സംഘത്തെ ഒരു നാളും നിങ്ങളിനി കാണുകയില്ല എന്ന് മോശ ഈ ജനത്തെ ആശ്വസിപ്പിക്കുകയും യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പ്രിയമുള്ളവരെ മോശ ഈ ജനത്തോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യമാകുമ്പോഴേക്കും യഹോവയാം ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, ചില ക്രമീകരണങ്ങൾ പറഞ്ഞു. നിൻ്റെ കയ്യിലിരിക്കുന്ന വടി, നിൻ്റേതായിരുന്ന വടി, എനിക്ക് സമർപ്പിച്ചിരുന്ന വടി, ഞാൻ നിനക്ക് മടക്കി നൽകിയതായ വടി, ആ നിൻ്റെ കയ്യിലെടുത്ത് നീ കടലിൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക എന്ന് പറയുകയാണ് 16-ാം വാക്യത്തിൽ. പ്രിയമുള്ളവരെ, അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം തുടർന്നും വായിക്കുന്നു, ഞാനിങ്ങനെ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നുവെന്നും ഇസ്രായേല്യർ അറിയും. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിന്നാലെ നടക്കുവാൻ തുടങ്ങി. ഇതുവരെയും ഇസ്രായേൽ മക്കളുടെ ജനത്തിൻ്റെ മുമ്പാകെ നടന്ന ദൈവദൂതൻ, ഇതുവരെയും അവർക്ക് വഴിയ കാട്ടിയായി പോയിരുന്ന ദൈവദൂതൻ ഈ സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്തു? മുന്നിൽ നിന്ന് പിന്നിലേക്ക് കടന്നു വരികയാണ്. നിൽക്കുന്ന ജനത്തിൻ്റെ പിറകിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല, അതുവരെയും അവരുടെ മുമ്പിൽ മേഘസ്തംഭമായും അഗ്നിത്തൂണായും പോയിക്കൊണ്ടിരുന്ന ആ മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമിയുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. ഇവർ തമ്മിൽ കൂട്ടിമുട്ടാതെ വണ്ണം, അത് രാത്രി കൂട്ടിമുട്ടാതെ വണ്ണം ഈ ദൈവദൂതനും മേഘസ്തംഭവും അവിടെ നടുവിൽ തൂണായി നിൽക്കുകയാണ്, ശക്തിയായി നിൽക്കുകയാണ്. കർത്താവിൻ്റെ പദ്ധതിയാണത്. ശത്രു തോൽപ്പിക്കുവാൻ വരുമ്പോൾ തടയുവാൻ കർത്താവ് തൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു വെക്കും. പ്രിയമുള്ളവരെ ഓർക്കുക, അത് കടന്നുപോയി. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ഇപ്രകാരം നമുക്ക് വായിക്കാം, മോശ കടലിൽ മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. പ്രിയമുള്ളവരെ ഓർക്കുക, മരുഭൂമിയുടെ നടുവിൽ തകർന്നു പോകാമായിരുന്നു, ഭയപ്പെട്ട് മരിച്ചു പോകുന്നു, ഭയപ്പെട്ട് നിന്ന ജനം ചെങ്കടലിൻ്റെ കടൽ തീരത്ത് നിന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഇപ്രകാരം ചെയ്യുന്നു. ആ വടിയൊന്ന് നീട്ടുവാനായിട്ട് മോശയോട് പറയുകയും മോശ ആ കടലിന് നീടെ വടി നീട്ടുകയും ചെയ്യുമ്പോൾ യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അത് പടിഞ്ഞാറൻ കാറ്റല്ല അടുപ്പിച്ചത്, കിഴക്കൻ കാറ്റാണ്. കാരണം പടിഞ്ഞാറോട്ട് കാറ്റടിപ്പിച്ചാൽ കടൽക്കര നിൽക്കുന്ന ജനം കടലിൽ വീണേക്കാം. ഇതല്ല, ഒന്ന് കിഴക്കൻ കാറ്റടിപ്പിച്ച് ആ വെള്ളത്തെ രണ്ടാക്കി. വടി നീട്ടിയത് മോശയാണെങ്കിലും കാറ്റടിപ്പിച്ച് വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറ്റി വഴിയൊരുക്കി തന്നൊരു കർത്താവ് നമുക്കവിടെ നിൽക്കുകയാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഭയപ്പെടേണ്ടെന്നരുളുന്നൊരു കർത്താവ് ഇന്നും നമ്മുടെ നടുവിലുണ്ട്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും രക്ഷപ്പെടുത്താനൊരു പഴുതില്ല എന്ന് വിചാരിക്കുന്ന ഏതൊരു സാഹചര്യമുണ്ടായാലും എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചൊന്ന് സ്വർഗത്തിലേക്ക് കണ്ണയച്ച് ഒന്ന് അങ്കുകീറി പ്രാർത്ഥിപ്പാൻ മനസ്സൊരുങ്ങുന്നെങ്കിൽ ഓർക്കുക പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഇറങ്ങി വരും. അതിന് കർത്താവിന് നമുക്ക് ശരണപ്പെട്ട് നിൽക്കാം. കാരണം നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ കാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും കൂട്ടായി തണലായി ഉണ്ടെന്ന് പൂർണ്ണമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. പാട്ടുകാരൻ ഇപ്രകാരം ചേർന്ന് 4 വരി പാട്ട് പാടുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഭാഷയിൽ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ
കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആശ്വസിപ്പിക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. സാരമില്ലെന്ന് പറയുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ഭയപ്പെടേണ്ടെന്ന് പറയുന്ന കർത്താവ് നമുക്കുണ്ട്. ആ വിശ്വാസത്തിന്മേൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ആ കൃപയ്ക്ക് കീഴിൽ നമുക്ക് താണിരിക്കാം. യേശുതമ്പുരാൻ്റെ അണിപ്പെഴുതേറ്റ കരം നമ്മുടെ മൂർധാവിൽ തൊട്ട് തലോടൽ അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് അവനോട്, അവൻ്റെ മാറിനോട് ചേർന്ന് പറ്റിച്ചേർന്നിരിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തലവണങ്ങാം. നിത്യനും പരിശുദ്ധനും വാക്കുമാറാത്തനും സ്നേഹനിധിയുമായ കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ കടന്നു വന്ന ഏതെങ്കിലും പ്രയാസങ്ങളും സങ്കടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതൊക്കെയും ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വഴി നടത്തുമാറാകണമേ, സഹായിക്കുമാറാകണമേ. അൻപുള്ള യേശുവിൻ്റെ നാമത്തിലടി ഞങ്ങൾ ചോദിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, കേട്ടുത്തരമല്ലുമാറാകണമേ. ആമീൻ. Somebody